ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയത്, ഈ വിശപ്പിൽ രാഷ്ട്രീയം കലർത്തിയത് മന്ത്രി മുരളീധരനാണ്. UDFന്റെ ഭാഗമായി വിജയിച്ചിട്ടുള്ള MLA G സുധാകരനാണ്. ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു, ഇവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ അവരെല്ലാം വന്ന് ഭക്ഷണം വാങ്ങുകയാണ്. വരുന്നവരോട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുടെ വീട്ടിലുമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലായിടത്തും ഡിവൈഎഫ്ഐ സഖാക്കൾ പോകുന്നു. അവരെല്ലാം സന്തോഷത്തോടുകൂടി ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഡിവൈഎഫ്ഐയെ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്ത് ഏൽപ്പിച്ചാൽ അർഹരായവരുടെ കൈകളിൽ എത്തും എന്നുറപ്പ് ഈ നാടിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടം, ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ച ഒരു കാലഘട്ടമായിരുന്നു. അന്നും കേരളത്തിലെ ഒരു ആശുപത്രിയിലും അഡ്മിറ്റായ ഒരാൾക്കും ഭക്ഷണം മുടക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറായിട്ടില്ല. നിപ്പയുടെ അതിഭീകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഭീതിതമായ ആ കാലത്തും ഭക്ഷണ പൊതി വിതരണം ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഇപ്പോൾ തൃശ്ശൂരിൽ ഞങ്ങളൊരു സഖാവ് കൊലയ്യപ്പെട്ടു. ആ കൊലയ്യപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ സഖാവിന്റെ മൃതശരീരം കിടക്കുന്ന, ആ തണുത്ത് വിറച്ച് കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ സഹസഖാക്കൾ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഭക്ഷണപ്പൊതി ശേഖരിച്ച് ആ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം മുടക്കാതെ വിതരണം ചെയ്തു. സഖാവ് VSന്റെ ഭൗതിക ശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴയിൽ പൊതുദർശനം വെച്ച സന്ദർഭത്തിൽ അന്നും ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഭക്ഷണ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം നിരവധിയായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലും ഈ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണയാണ്. പിന്നെ ഇപ്പൊ മുരളീധരൻ ആരോപിക്കുന്ന ആരോപണം, എനിക്കറിയില്ല എന്തിനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായി ഈ പദ്ധതിയെ താറടിച്ച് കാണിക്കുക, ഈ പദ്ധതി ഒഴിവാക്കണം, ഇത് നിർത്തലാക്കും എന്നുള്ള ഒരു ധിക്കാരത്തിന്റെ ഭാഷയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ എന്തോ രാഷ്ട്രീയം കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ കൊടിയെടുത്തിട്ട് ഈ ആശുപത്രിയിൽ പ്രകടനം നടത്തുന്നില്ല. വരുന്നവരോട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസംഗം ഞങ്ങൾ നടത്തുന്നില്ല. ഒരു ലോകത്തെമ്പാടും വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം അവരുടെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. പിന്നെ എന്താ സംഘടനയുടെ പേര് ഉപയോഗിക്കുന്നു, കൊടി ഉപയോഗിക്കുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാണ്. മുരളീധരനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സർക്കാരിന്റെ പല പദ്ധതികളുണ്ടല്ലോ, എന്തിനാ പ്രിയദർശിനി എന്ന പേര് വെച്ചത്? എന്തിനാ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അതിനകത്ത് ഉപയോഗപ്പെടുത്തിയത്? ഇപ്പം മുരളീധരന്റെ ബഹുമാനപ്പെട്ട പിതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പേരിൽ, കെ കരുണാകരന്റെ പേരിലാണല്ലോ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അത് രാഷ്ട്രീയമല്ലേ? ഇവിടെ ഡിവൈഎഫ്ഐക്കാർ നാട്ടിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് കൊണ്ടുവരുമ്പോൾ ആ വാഹനത്തിൽ ഒരു കൊടി കെട്ടുന്നതാണോ ഇവിടെ രാഷ്ട്രീയം? അപ്പൊ ഇതെല്ലാം അങ്ങേയറ്റം ഹീനമായ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രസ്താവനകളാണ്. ഇതിനോട് കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയതുപോലെ, ഇന്ന് നടത്തിയതുപോലെ നാളെയും കേരളത്തിൽ എവിടെയെല്ലാമാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അവിടെയെല്ലാം ഭക്ഷണം വിതരണം ചെയ്യും. കൊടി ഉപയോഗിക്കും. ഒരു മുരളീധരനും ഒരു മന്ത്രിക്കും അത് തടയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ അതിനോട് കൂടെ ചേർത്ത് പറയാം, ഞങ്ങൾ ഈ ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയത്, ഈ വിശപ്പിൽ രാഷ്ട്രീയം കലർത്തിയത് മന്ത്രി മുരളീധരനാണ്. UDFന്റെ ഭാഗമായി വിജയിച്ചിട്ടുള്ള MLA G സുധാകരനാണ്. കോൺഗ്രസിന്റെ ഒരുപറ്റം സൈബർ കൂട്ടങ്ങളാണ്. ഞങ്ങളല്ല ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയത് എന്നാണ് അദ്ദേഹത്തോട് ഉറപ്പെടുത്താനുള്ളത്.